സമീപകാല തമിഴ് രാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന ഒരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയിയെ ഭയമാണോ? അതിനെ സാധൂകരിക്കുന്ന ഒട്ടനേകം വസ്തുതകളും രാഷ്ട്രീയ നിരീക്ഷകർ നിരത്തുന്നുണ്ട്. ആവർത്തിച്ച് DMKയെ വിമർശിച്ചുകൊണ്ട് വിജയ് രംഗത്ത് വരുമ്പോഴും പലപ്പോഴും മൗനം പാലിക്കുകയാണ് സ്റ്റാലിനും മകൻ ഉദയനിധിയും. ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിലും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ വിമർശിച്ചുകൊണ്ട് വിജയ് രംഗത്തെത്തിയിരുന്നു. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാൻ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന സർക്കാരിന് സാധിച്ചില്ലെന്നായിരുന്നു വിമർശനം. തമിഴ്നാട്ടിൽ മാറ്റം സംഭവിക്കുമെന്നും വിജയ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഒക്ടോബറിൽ നടന്ന പാർട്ടി പൊതുസമ്മേളനത്തിലും സ്റ്റാലിനെതിരെയും കുടുംബത്തിനെതിരെയും വിജയ് സംസാരിച്ചിരുന്നു. കുടുംബാധിപത്യ ഭരണത്തെ താഴെ ഇറക്കുമെന്നായിരുന്നു വിജയ് അന്നുന്നയിച്ച വിമർശനം. ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ സാക്ഷി നിർത്തിയായിരുന്നു പ്രഖ്യാപനം. എന്നാൽ തുടർച്ചയായ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും മൗനം തുടരുകയാണ്. വിജയ്ക്കെതിരായി ഒരു വാക്കുപോലും DMK കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നില്ല. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വിജയ്ക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പടയൊരുക്കം നടക്കുന്നുണ്ട് താനും. എന്താണ് സ്റ്റാലിന്റെ മൗനം അർത്ഥമാക്കുന്നത്? വിജയെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന DMK എന്ത് തന്ത്രമാണ് നടപ്പിലാക്കുന്നത്? അണ്ണാമലയെ പോലെ അനാവശ്യമായ മാധ്യമ ശ്രദ്ധ വിജയ്ക്ക് നൽകാൻ പാടില്ലെന്നതാണ് ഒന്നാമത്തെ തന്ത്രം. വിജയ് എന്തു ചെയ്താലും അത് വാർത്തയാകും. അതിനോടൊപ്പം തങ്ങളും കൂടി വിജയിയെ കൂടുതൽ തലക്കെട്ടുകളിൽ കൊണ്ടുവരണ്ട എന്നതാണ് DMK ലക്ഷ്യം വെക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം DMKക്കെതിരെയും സ്റ്റാലിനെതിരെയും നിരവധി ആരോപണങ്ങളാണ് അണ്ണാമലൈ ഉന്നയിച്ചത്. DMK ഫയൽസ് എന്ന പേരിൽ 2 ഭാഗങ്ങളായും അണ്ണാമലൈ തന്റെ ആരോപണങ്ങൾ പുറത്തുവിട്ടിരുന്നു. അഴിമതി ആരോപണങ്ങൾ, സ്റ്റാലിൻ കുടുംബത്തിനെതിരായ വിമർശനങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്നത്തെ അണ്ണാമലയുടെ ഓരോ വിമർശനങ്ങൾക്കും DMK നേതൃത്വം മറുപടി നൽകി. അതോടെ അണ്ണാമലയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. അണ്ണാമലയുടെ വളർച്ചയ്ക്ക് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ചെറുതൊന്നുമല്ല സഹായിച്ചത്. ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രതിരോധിയെ വളർത്താൻ മാത്രമേ സഹായിക്കുന്നുവെന്ന തിരിച്ചറിവാണ് DMKയുടെ മൗനത്തിനു പിന്നിലെ ഒന്നാമത്തെ ഘടകം. ഇതോടെയാണ് വിജയുടെ വിമർശനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സ്റ്റാലിനും കൂട്ടരും തീരുമാനിച്ചത്. അതുപോലെ തന്നെ തുടക്കക്കാരനാണെങ്കിലും അണ്ണാമലയല്ല വിജയ്. വിജയ്ക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. പരമ്പരാഗത രീതിയിലുള്ള വെള്ളമുണ്ടും തൊപ്പിയും ധരിച്ചെത്തിയ വിജയ് നോമ്പു തുറക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രാർത്ഥനയിലടക്കം ആദ്യാവസാനം പങ്കെടുത്തു. വിജയിയെ ഭയപ്പെടാനുള്ള മറ്റൊരു ഘടകം ലക്ഷക്കണക്കിന് വരുന്ന രസികർ തന്നെയാണ്. TVK എന്ന പാർട്ടിക്ക് പുറത്ത് വിജയ്ക്ക് ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരാണ് തമിഴ്നാട്ടിലുള്ളത്. അവരിൽ DMK, അണ്ണാ DMK, BJP തുടങ്ങിയ നിരവധി പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. വിജയ്ക്കെതിരായ നീക്കങ്ങൾ ഈ ആരാധകരെ വിജയ് പക്ഷത്തെത്തിക്കുമെന്നും DMK ഭയപ്പെടുന്നു. പാർട്ടിക്കും രാഷ്ട്രീയത്തിനും അതീതരായ ഇത്തരം നിഷ്പക്ഷ വോട്ടർമാരെ പിണക്കാതിരിക്കുന്നതും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിന് നിർണായകമാകും. വിജയ്ക്കെതിരായ കരുനീക്കങ്ങൾ സ്വന്തം മുന്നണിയിലെയും മറ്റു മുന്നണികളിലെയും ചെറുകക്ഷികളെ വിജയ്ക്കൊപ്പം എത്തിക്കുമെന്ന ഭയവും DMKക്കുണ്ട്. അത്തരമൊരു നീക്കം നടത്തിയാൽ DMK നേതൃത്വം നൽകുന്ന മുന്നണിയെ ആയിരിക്കും അത് കൂടുതൽ ബാധിക്കുക. DMKക്കൊപ്പമുള്ള തിരുമാവളന്റെ VCK, തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സീമാന്റെ നാം തമിഴർ കക്ഷി, മറ്റ് ന്യൂനപക്ഷ പാർട്ടികൾ എന്നിവർ എപ്പോൾ വേണമെങ്കിലും വിജയുമായി കൈകോർത്തേക്കാം. മുന്നണിയിൽ നിന്ന് അത്തരമൊരു കൊഴിഞ്ഞുപോക്ക് DMK നേതൃത്വം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി സമ്മേളനങ്ങൾ നടത്തി തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വിജയ്. സഖ്യം രൂപീകരിക്കാതെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടുക എന്നതാണ് വിജയുടെ മുന്നിലെ പ്രധാന ലക്ഷ്യം. TVKയുടെ യഥാർത്ഥ വോട്ട് ബാങ്ക് ആരെല്ലാമാണ്? ഒറ്റയ്ക്ക് നിന്നാൽ TVKയുടെ ശക്തി എന്ത്? എന്നീ ചോദ്യങ്ങൾക്ക് ഇതിലൂടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അണ്ണാ DMKയുമായി സഖ്യം രൂപീകരിക്കുക എന്നൊരു നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. NDA വിട്ട ശേഷം തമിഴ്നാട്ടിൽ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന EPSന് TVK ഒരു പിടിവള്ളിയായിരിക്കും. വരും ദിവസങ്ങളിൽ വിജയ് എന്ന രാഷ്ട്രീയക്കാരന് തമിഴ്നാട്ടിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നത് കാത്തിരുന്ന് കാണാം.